പക്ഷേ പിന്നെ കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ പച്ചരി കൊണ്ട് ഇപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ഒരു മാങ്ങാച്ചോറ് എന്ന് പറയും, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 കപ്പിന് പ്രാധാന്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം ഞാൻ മുഴുവൻ തിന്നുണ്ട്. അതായത് ഞാൻ എന്നിട്ട് 1.5 മാസം അതിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ഇത്രയ്ക്ക് ചോറ് വെച്ചിട്ട് ഞാൻ തുടർന്നത്. ആകാശത്ത് ചന്ദ്രനില്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? ചോദ്യം ഇതിന് മറുപടി പറഞ്ഞു. എന്തൊട്ട് സാധനം ഇങ്ങനെയാണെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. അത് കാരണമാണ് ഞാനിങ്ങനെ നിൽക്കണത്. കണ്ണിയുടെ ബുക്കുകളിൽ നിന്നൊക്കെ തപ്പി പിടിച്ച് ഓരോന്ന് എടുത്തിട്ട് വരും. ആ തോടുമ്പിലേക്ക് നോക്കി കുറച്ച് സമയം ഞങ്ങൾ ഇരിക്കും. ഇത്ര അധികം കാശ് കൊടുത്ത് വാങ്ങിച്ചോണ സാധനം. ഒരു 5-8 പച്ചമുളക് കേട്ടാ അരിഞ്ഞത്. ആഹാ, കളർഫുള്ളായില്ലേ? മാങ്ങയല്ല, തേങ്ങ. അവൻ ശരിക്കും ഊമിയാണ്, അവൻ സംസാരിക്കണ പോലെ ആക്ട് ചെയ്യണമെന്ന്. അതുപോലെ ഇത് ശരിക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പാവപ്പെട്ടവൻ്റെ അരിയായിരുന്നു പണ്ട് കാലത്ത് പച്ചരിയിട്ടാണ്. പച്ചരി കൊണ്ട് അന്ന് കാലത്ത് കഞ്ഞി മാത്രം വയ്ക്കുക, പിന്നെ പലഹാരങ്ങളുണ്ടാക്കും. പക്ഷേ പിന്നെ കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ പച്ചരി കൊണ്ട് ഇപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി ഇല്ലേ? ബിരിയാണി ഉണ്ടാക്കി തുടങ്ങി, പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി പച്ചരി കൊണ്ട്. പുലാവ്, തേങ്ങ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയില്ലേ? അപ്പൊ പച്ചരി കൊണ്ട് എനിക്ക് ആകെപ്പാടെ പച്ചരി കുതിർത്തി പൊടിച്ച് കൊണ്ടുവന്ന് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കണത് മാത്രം എനിക്കറിയുള്ളൂ. പച്ചരി കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കണത് ഞാൻ ഇവിടെ പോയിപ്പോ പയ്യനെ മസ്ജിദിൽ പോയിപ്പോ ബിരിയാണി കണ്ടുകൂടെ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി. പിന്നെ പച്ചരി കൊണ്ട് നമ്മള് പച്ചരിയും ഉഴുന്നും പരിപ്പും കൂടിയിട്ട് കുതിർത്തി അരച്ച് ദോശയും ഉണ്ടാക്കും. അപ്പൊ പച്ചരി കൊണ്ട് ഒരു അടിപൊളി ഒരു മാങ്ങാച്ചോറ് എന്ന് പറയും, ഭയങ്കര ടേസ്റ്റാണ്. അത് കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. നമുക്ക് ഒരു പച്ചക്കറിയാണല്ലോ കൂടുതൽ കഴിക്കുക കർക്കിടക മാസമായാലും. അതുകൊണ്ട് ഉണ്ടാക്കുന്നൊരു സാധനം ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് പച്ചരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പകരം എടുത്തു പോകുന്നത് പൊന്നിരിയാണ്. 2 കപ്പ് പൊന്നിരി എടുത്തു. അപ്പോൾ അതിൽ നമ്മളോട് ക്ഷമിക്കുക, പച്ചരി കൊണ്ട് ഉണ്ടാക്കാവുന്ന സാധനമാണിത്. പച്ചരി കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ. പൊന്നിരി കൊണ്ടുള്ള ടേസ്റ്റ് എന്തിട്ടാന്ന് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഈ പൊന്നിരി വേവിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളച്ചു കുറച്ച് സമയം വെച്ചിട്ട്. അപ്പോൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വേഗം തന്നെ അരി തിളപ്പിച്ച് അത് എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണിയിലേക്ക് പോകാമല്ലോ. ചൂടുണ്ടാ? അപ്പോൾ അരി അങ്ങോട്ട് ഇത്രയ്ക്ക് വെള്ളം വേണം സരിതാ? കുഴപ്പമില്ലല്ലോ, ചൂറ്റെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ശരിക്കും ഇത്രയ്ക്ക് വേണ്ട. 3 കപ്പ് എടുക്കായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ 3 കപ്പിന് പ്രാധാന്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം ഞാൻ മുഴുവൻ തിന്നുണ്ട്. അതാ ഇഷ്ടപ്പെട്ടാലോ മുടി ഒന്ന് ഇളക്കണ്ടേ? പൊന്നിരി പെട്ടെന്ന് ആവട്ടെ, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വേറെ പണികൾ ചെയ്യാണ്ട് കുറച്ചുണ്ടാവുള്ളൂ. പോകുന്നുണ്ട് കേട്ടോ അത് പൊന്നിരിയെ. വേഗം ഒരു ഗ്ലാസ് കൂടി ഇനി വേണ്ടത് മതി. നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ശരിയാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കണം. ഒഴിഞ്ഞ പണിയിലാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഒരു സമാധാനവും ഇല്ല. ഇത് തികയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 2 കപ്പ് 3 കപ്പ് എടുക്കാന്ന് ആയിരുന്നു. പച്ചരിയോട് എനിക്ക് വെറുപ്പ് എപ്പോഴാണെന്ന് അറിയോ? ഞാനേ കുഞ്ഞിതായിരിക്കുമ്പോൾ സജീവൻ ആശുപത്രിയിൽ കിടക്കായിരുന്നു, മറ്റേ വളരെ ആശുപത്രിയിൽ. കഥ പറഞ്ഞിട്ടുണ്ട്. 1 മാസം ചില്ലറ ദിവസം ഞാൻ അമ്മായിയുടെ വീട്ടിലായിരുന്നു കാര്യട്ടീര. അവിടെ പച്ചരിയ റേഷനരി ഉഴുത് ഇത്രയ്ക്കിൻ്റെ അതിൻ്റെ ഉള്ളിൽ വണ്ട പുഴുക്കളുണ്ടാവും ഇത്രയ്ക്ക് പോകുന്നത്. ഞാൻ അതൊന്നും നോക്കില്ല, അത് വെറുതെ കഴിക്കും, അതിലേക്ക് കൊണ്ടുവന്നിടും. ഒറ്റ വീട്ടിലല്ലേ ഉണ്ടോ, വിറക് വേണ്ട, ഒന്നും വേണ്ട, ഒറ്റ വീട്ടിൽ. ഞാൻ എന്നിട്ട് 1.5 മാസം അതിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ഇത്രയ്ക്ക് ചോറ് വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ചേട്ടൻ ചോറ് കുറയ്ക്കണേ പച്ചരി വെച്ചാൽ മതി ഇവിടെ. അതാ അന്ന് നമ്മുടെ വീട്ടിൽ പുഴുക്കല്ലേ, നമ്മൾക്ക് നെല്ലുണ്ടല്ലോ, കൃഷി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കുത്തിരി കിട്ടും. ആ സമയത്തിന് എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയതേ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എല്ലാവരും ഇവിടെ. അതായത് അമ്മ സജീവിന്റെ അടുത്ത് ആശുപത്രിയിലാണ്. അവിടെ 10 ദിവസം എത്ര ദിവസമാണ് കിടന്നു, 10-15 ദിവസമാണ് കിടന്നു ആശുപത്രിയിൽ, വളരെ ആശുപത്രിയിൽ. അപ്പൊ അമ്മായിയുടെ വീട് അവിടെ തൊട്ടടുത്തല്ലേ, വലിയ മൂത്ത അമ്മായിയുടെ വീട്. അപ്പൊ അവിടെ എന്നെ ഞാൻ ചെറുതല്ലേ, അപ്പൊ എന്നെ അവിടെ കൊണ്ടുവന്നാക്കി. എന്നെ കൊണ്ടുവന്നാക്കിയപ്പോൾ ഞാൻ അവിടെ പെട്ടു. പിന്നെ ഇങ്ങോട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് വഴി അറിയൂല, ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ഇതിൽ പെട്ടു. അപ്പൊ എനിക്ക് അതോടുകൂടി പച്ചരിയോട് എനിക്ക് ഭയങ്കര വെറുപ്പാ. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നൂട്ടാ. പച്ചരിയോട് ചോറ് വയ്ക്കണത് ഇഷ്ടമില്ല. ചോറ് വയ്ക്കുന്നത് ഇഷ്ടമില്ല. പച്ചരി ചോറ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടാ. അപ്പോൾ നമ്മളെ പാവങ്ങളുടെ ഒരു ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടാ. പാവങ്ങളുടെ ചോറ കിലോന് 80 രൂപ വരെ
അരിയാണ് വാങ്ങിച്ചാണ് ഇങ്ങനെ പാവങ്ങളുടെയാവാ. അല്ല ഇത് പച്ചരിയാണെന്ന് സമാധാനിക്കണം. അല്ല വെളിച്ചെണ്ണ കുറെ ഒഴിക്കണ്ടല്ലോ. ഇല്ല കുറച്ച് വെളിച്ചെണ്ണ ഒരു അല്ല എനിക്ക് അണ്ടിപ്പരിപ്പും ഇതൊക്കെ വറുത്ത് പോരാണ്ട് കേട്ടാ. അതുകൊണ്ടാണ് പാവങ്ങൾ പരിപ്പ് മാത്രം അല്ല സബോളയും. അതായത് ഇതെന്തൊരു സംഗതി എന്നറിയ നിനക്ക് പച്ചരിക്ക് ടേസ്റ്റ് കൂടാനാണ് ഈ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഒരു വായിക്ക് കൊള്ളില്ലല്ലോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഏകദേശം ഒരു 10-100 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിന് ടേസ്റ്റ് കൂട്ടാൻ പറ്റുന്നത് വില കുറവിൻ്റെ സാധനങ്ങൾ പരമാവധി അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇതിൽ വില കൂടുതലുള്ള കേട്ടാ. ബാക്കി ഒന്നും വിലയില്ല. അതായത് വില കുറവിന്റെ പച്ചരി കൊണ്ട് നമുക്ക് പാവങ്ങളുടെ ചോറ് എന്നും പറഞ്ഞിട്ട് അതിന് ടേസ്റ്റ് കൂട്ടാൻ ചേർക്കണ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലും ഭേദം പുഴുക്കല്ലരി വാങ്ങിച്ചിട്ട് മറ്റേ കുത്തരി വാങ്ങിച്ചിട്ട് കഞ്ഞി വെച്ച് കഴിക്കുക. അല്ല ഇത് അതിങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം നമുക്ക്. ഇത് ഓരോരുത്തർ ഇരുന്നേരൊക്കെ വരുമ്പോൾ പലഹാരം ഉണ്ടാക്കി കൊടുക്കും, കുട്ടികൾക്ക് കൊടുക്കൂ. നോക്കി നോക്കൂ. പണ്ടത്തെ പോലെ കഴിച്ചിട്ട് പറയാം. നോക്കി നോക്കാം. കാണുമ്പോ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്കത് കാരണം തികയില്ല എന്ന് തോന്നണേ. ജഗ്ഗുന് പൊന്നിരി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വല്ല സദ്യയൊക്കെ പോയിട്ട് തികയാണ്ടാവുമ്പോ ലാസ്റ്റ് ഒക്കെ എത്തണവർക്ക് പൊന്നിരി ചോറാവും കിട്ടാലോ. ഇവനൊരു ജാതി നീക്കപ്പോ നന്നായി കഴിക്കും പൊന്നിരി. ഇത് ശരിക്കും കത്തണില്ലേ? കാറ്റടി ഉണ്ട്. അതെ ഈ അരി കറക്റ്റ് വേവിക്കണം കേട്ടാ. അത് എൻ്റെ ചുമതല നിനക്ക് വിട്ട് തരുന്നത്. പച്ചരി ആകുമ്പോൾ പച്ചരിയാണ് വേവിക്കുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധ വേണം. വെന്ത് കുഴയാൻ പാടില്ല. അത് തീ കത്തണ്ടേന്നു. അപ്പൊ ഞാൻ കൂട്ടി വെച്ചു. തീ സിമ്മിലായിരുന്നു. വെന്ത് കുഴയാൻ പാടില്ല. കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല ഈ സാധനം. മനസ്സിലായി? എന്ത് കുഴഞ്ഞ ഒന്നിനും കൊള്ളില്ല. ഇത് നോക്കട്ടെ. ഇതുകൊണ്ട് എടുക്കണ്ട കേട്ടാ. ഇതേ അണ്ടിപ്പരിപ്പ് തീന്ന് കുറച്ച് തരുന്നേ. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയിരുന്നു. അപ്പോൾ ഇത് വറുത്ത് കോരിയെടുത്തു കേട്ടോ. ഇനി ഒരു സബോള ഇതേപോലെ തന്നെ ഇതിന് അലങ്കരിക്കാനാണ് കേട്ടോ ഈ സാധനം. കനം കുറച്ച് നോക്കി കേട്ടോ. അത് ഇതിന് പൊന്നിരിക്ക് പെട്ടെന്നാവുമല്ലോ. അതല്ല സദ്യകൾക്ക് ചോറില്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം അരവണ വേണം ഉള്ളിലേക്ക് കടിക്കുന്നത്. ഉപ്പിട്ട് ഊറ്റി കേട്ടോ. അത് എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തുരുതുര കഴിഞ്ഞു. അതില്ലേ സരിതേ? അല്ലാന്ന് നീ നാളെ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അമ്പിളി എന്നല്ലേ പറഞ്ഞേ? അമ്പിളി വെച്ചിട്ടാണെന്നല്ല ഏറ്റവും കൂടുതൽ പാട്ട്. അല്ല, അമ്പിളി എന്ന് പറഞ്ഞ പെണ്ണിന്റെ പേര്. അമ്പിളി എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടാവും. അതല്ലേ കൂടുതൽ എന്ന് പറഞ്ഞ? അല്ല, അങ്ങനല്ല. വാക്കുകൾ കുറെ ഉണ്ടാവും. പല വാക്കുകൾ വേറെ ഉണ്ടാവും. സ്ത്രീകളുടെ പേരില് അമ്പിളി എന്നുള്ള പേരാണ്. അമ്പിളി എന്ന് പറഞ്ഞ ചന്ദ്രൻ എന്നല്ല. അല്ല, മിനിഞ്ഞാത്ത പേപ്പറിലേ ചന്ദ്രൻ, ആകാശത്ത് ചന്ദ്രൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ ചോദ്യം. നീ മറുപടി പറഞ്ഞു. അങ്ങനെ ചോദിച്ചാ ചന്ദ്രനുള്ളത് കൊണ്ട് വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാവും. രാത്രി നിലാവ്. പിന്നെ കുറെ കവികൾക്ക് കവിത എഴുതാനുള്ള ഒരു സാധനം. അല്ലാണ്ട് വേറെ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. എന്നിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും ചന്ദ്രൻ. ചന്ദ്രനില്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. വാസയോഗ്യമല്ലാത്താവും. എന്തത് കാരണം? വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാവില്ല. വേലിയേറ്റം ഇല്ലെങ്കിൽ ഈ സാധനം ഇല്ലെങ്കിൽ കടലത്തെ ജലം കടലത്തെ വെള്ളം തണുത്ത വെള്ളം ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് മിക്സിങ് ആവില്ല. അത് മിക്സിങ് ആയാലാണ് എല്ലാ ജീവജാലങ്ങൾക്കും കൃത്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്നത് കടലിൽ നിന്നാണല്ലോ. അങ്ങനെയല്ല, ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്സിജൻ കിട്ടുന്നത് കടലിൽ നിന്നാണ്. അല്ല, കടൽ കൂടിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല ഓക്സിജൻ കിട്ടുന്നത്. പിന്നെ രാത്രി കൂരാകൂരിട്ട് കൂടും. അപ്പോൾ എന്താ വെച്ചിട്ട് ജീവജാലങ്ങൾക്ക് ഈ വേട്ടയാടി പിടിക്കാനും ഇതിനും പറ്റില്ല. അപ്പോൾ എല്ലാം കൂടും. മൊത്തത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ചന്ദ്രൻ കറക്റ്റ് അതിലായിക്കോട്ടെ. ചന്ദ്രൻ ഇത്രയ്ക്ക് അകലം വെച്ചിട്ടാണ് ഓരോ 100 കൊല്ലം കൂടുമ്പോൾ ഭൂമി നകന്ന് പോണത്. കോടാനുകോടി വർഷം കഴിയുമ്പോൾ ഞാൻ ഈ പേപ്പറിൽ വായിച്ച കുറേ കാര്യങ്ങളാട്ടാ. ചന്ദ്രനിൽ ഇപ്പം നമ്മൾ ഈ ചന്ദ്രനില്ലെങ്കിൽ ചന്ദ്രനോട് ഇതൊരു ഉപകാരം. ചന്ദ്രൻ ഭൂമിയുടെ ആ ഡിസ്റ്റൻസ് കറക്റ്റ് കീപ്പ് ചെയ്ത് പോണത് കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇവിടെ. മനസ്സിലായോ? ഞാൻ മാനവ പേപ്പറിൽ ഇങ്ങനെ വായിച്ചപ്പോഴാണ് കണ്ടത് കേട്ടാ. അത് ചന്ദ്രനെ കൊണ്ട് എന്തിട്ട് ആവശ്യം. നമ്മുടെ അരിവ പറയുണ്ടാവട്ടെപ്പാ. ഇടയ്ക്ക് നോക്കണം കേട്ടാ. അതിൽ ചിലപ്പോഴേ പണി കിട്ടും നമുക്ക്. ഇവിടെ അധികമൊന്നും ഇല്ലല്ലോ. അതെങ്ങനെ പറഞ്ഞു ചേട്ടൻ്റെ അരി എടുക്കുമ്പോൾ 3 കപ്പ് എടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ നഷ്ടാവില്ലേ?
നമുക്ക് 4 പേർക്ക് കഴിക്കാൻ തികഞ്ഞില്ലെങ്കിലോ? ഇത്തിരി മതി. എനിക്ക് ഇത്തിരി മതി. എന്തിനാണ് അങ്ങനെ സാക്രിഫൈസ് ചെയ്യണേ? അരിയില്ലാണ്ടല്ലോ, പിശുക്കി പിടിച്ചിട്ട് കുറച്ച് വെച്ചിട്ട്. മഴ പെയ്യോ? പോയി നോക്കിയിട്ട് വാ, ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാരുണ്ടോ? ഇത് നോക്കള്ളേ, മഴക്കാര് കാണാനില്ല. നമ്മളെ സ്വകാര്യം പറയുന്നവരാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടൊരു മൈക്ക് ഊരി വെച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ആളുകൾ ഒരാളെ കണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ, ഈ ചവയ്ക്കുന്ന ശബ്ദം സൗണ്ട് ഭയങ്കര അരോചകമായിരുന്നു. ഇത് എടുക്കാറായി കോരി. ഇത് സിമ്പിളാണ്. അയ്യോ കുഴപ്പമില്ല. അപ്പോ അതുകൊണ്ട് ചേട്ടൻ മൈക്കൂരി വെച്ചിട്ട് ഇനി കഴിക്കാൻ പോണേ? തിന്നല്ലേ തേങ്ങയുടെ ഞാൻ. അല്ല, ലാസ്റ്റ് ടേസ്റ്റ് നോക്കണ സമയത്ത് മൈക്ക്, എസ്പെഷ്യലി ചേട്ടന്റെ മൈക്ക് മാറ്റി വെക്കാനാ പറഞ്ഞേക്കണേ. അതെല്ലേ, ഞാനത് മാറ്റി വെച്ചുട്ടാ. മറ്റേ സാധനങ്ങളൊന്നും ഇല്ല അല്ലേ? കറുവപ്പട്ട ഒന്നുമില്ല, മസാല കൂട്ടുകളില്ലേ വേറെ. ഒരു കാര്യം ചെയ്യാം, ഇനി അരി വെന്തിട്ട് അരി ഊറ്റി കഴിഞ്ഞിട്ട് ഇതിലേക്ക് പണി തുടങ്ങിയാൽ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ ഇത് പോവും. അല്ല, അത് ചേട്ടൻ ചെയ്തോ, ഇത് വെന്താ ഞാൻ ഊറ്റിയോളാം. അതല്ല, ഞാൻ തീ ഓഫ് ചെയ്തു, ചിലപ്പോൾ പണിയെ കിട്ടിയല്ലോ. അല്ല, എന്നിട്ട് ഞാൻ ഊറ്റിയോളാം. എനിക്കറിയില്ല എന്തിട്ട് അരി ഊറ്റിയാ പോരെ. ഉപ്പിട്ടിട്ട് ഊറ്റണം, കല്ലുപ്പിട്ടാൽ മതി. ഇപ്പൊ വെന്തുണ്ടാവും ചിലപ്പോൾ, നോക്കിയിട്ട് മതി. നോക്കിയേ, അരിയുടെ കാര്യം ശ്രദ്ധിക്കുന്നതില്ലേ. എന്താണ് നോക്കിയേക്കിട്ടെ, അല്ലേ ഞാനെടുത്ത് തിന്നും. വേവുണ്ട്. 20 വേവില്ലല്ലോ? 20 വേവം കുറവ് വേവില്ല. ഇത് 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഊറ്റാം. എന്നിട്ട് ചെയ്യാം. അത് ചേട്ടൻ ശരി. അല്ല, അലക്കുലത്തവറി അങ്ങടും ഇങ്ങടൊക്കെ ആയിട്ട്. അല്ല, അതൊക്കെ സാധനങ്ങളൊക്കെ ശരിയായിട്ട് അതിലേക്ക് ഊറ്റിടാ ചെയ്യാ. അരിയിടാ വേണ്ടോ? അതല്ലേ, അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നേരം ഊറ്റി അതിലേക്ക് ഇട്ടാ പോരെ. പിന്നെ വെള്ളത്തിന്റെ പാടില്ലേ. എന്തിട്ട് സാധനം ഇങ്ങനെയാന്ന് എനിക്ക് യാതൊരു പിടിയില്ല. അത് കാരണമാണ് ഞാനിങ്ങനെ നിക്കണത്. എന്റെ അടുത്തിട്ട് പറയൂല, ചീമ്പ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട്. ഇത് വേവട്ടെ, എന്നിട്ട് ഇപ്പൊ ചെയ്യാം. എവിടെ നിന്നൊക്കെയാണ് ഓരോ ആരോഗ്യ മാസികയും അത് കണ്ണിയേണ്ട ബുക്കുകളിൽ നിന്നൊക്കെ തപ്പി പിടിച്ച് ഓരോന്ന് എടുത്തിട്ട് വരും. ഇതൊക്കെ സാധനങ്ങൾ എടുത്ത് വയ്ക്കും. ഇതൊക്കെ ഇത് കുനുകുനെന്നരിയ, ഇത് നീളത്തിലരിയ, ഇത് വട്ടത്തിലരിയ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചോട്ടാന്ന് പറയും. നമ്മുടെ മാങ്കോശിമ ഉണ്ടായില്ലേട്ടാ, അതൊക്കെ മാങ്കോശിങ്ങട്ടാ നല്ല പരിപാടി. 9-10 കൊല്ലം പിടിക്കും ആവാൻ. മാങ്കോശിന് 450 രൂപ വിലയാണ് ഒരു കിലോക്ക്. ഇവിടെ വില ചോദിച്ചപ്പോൾ 450 രൂപ. എന്തൊരു തേങ്ങയിലുള്ള തോട കൂടുതല്. റംബുട്ടാൻ അതെ വാങ്ങി കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര നഷ്ടബോധം തോന്നും. ആ തോടുമ്പിലേക്ക് നോക്കി കുറച്ച് സമയം ഞങ്ങൾ ഇരിക്കും. ഇത്ര അധികം കാശ് കൊടുത്ത് വാങ്ങിച്ചോണ സാധനം തോട് മാത്രമല്ലോ. ആപ്പിളൊക്കെ വാങ്ങിക്കാൻ നല്ലതല്ലേ, മുതലാവും. അതാകുമ്പോ കുറച്ച് കഴിച്ചു വയറ്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. നമ്മുടെ ഈ ചോറ് വെന്തുണ്ട് കേട്ടാ. അപ്പൊ അരിക്ക് കുറച്ച് കല്ലുപ്പിടണു, എന്നിട്ട് ഊറ്റിയെടുക്കാൻ വെച്ചിട്ടാ. മതിയാവില്ലേ ഉപ്പ്? കേട്ടോ മതി. വെള്ളം ഇഷ്ടപോലെയുള്ള ആരും ചോറിന് ഒട്ടലൊന്നും ഉണ്ടാവില്ല. അതന്നെ, നമ്മൾ കേരളം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി എല്ലായിടത്തും ചോറ് കഴിക്കണവര് പൊന്നരിയാവും കഴിക്കണ്ടാവുക അല്ലേ? കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പൊന്നിരിയില്ല. ഞാൻ പണ്ട് തമിഴ്നാട്ടിൽ പോയപ്പോ പച്ചരി ചോറാഞ്ചിട്ട് അത് പൊന്നിരി എനിക്കറിയില്ല. പച്ചരി എന്ന് ചോദിച്ചിട്ടേ കട്ട കുത്തിയിട്ടിരിക്കും. പക്ഷെ ഇത് അങ്ങനെ കട്ടയിട്ടില്ല ചേട്ടാ. ഇത് വേവ് കുറവല്ലല്ലോ ചേട്ടാ? ഇത് വേവ് കുറവല്ല. എന്തില്ലേ ഉപ്പ് മറ്റേ വില കുറവിന്റെ ചോറാണോ കട്ടയാവാ? അതന്നെയായിരിക്കും ചിലപ്പോ. ഇത് അടിപൊളി ചോറില്ല, വിലയുണ്ട് നന്നായിട്ട് ഊറ്റിയോ. അപ്പൊ സാരിത പൊന്നിരി ഊറ്റട്ടെ. അപ്പൊ നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് ഇത് എരിവ് എന്ന് പറയാനായിട്ട് ഇതില് പച്ചമുളകുള്ളൂ. പിന്നെ ഇതിലേക്ക് കറിയൊന്നുമില്ല. കറി വേണമെങ്കിൽ നമുക്ക് സർലാസ് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഈ തൈരിന്റെ. പക്ഷെ ഇത് മാങ്ങ ഇടുമ്പോ ഇതിന് പുളിയുണ്ട്. നിർബന്ധമില്ലാന്ന്, വെറുതെ അങ്ങനെ തിന്നാന്ന്. വേണമെങ്കിൽ ഈ അച്ചാറ് ഇപ്പൊ ബിരിയാണിയുടെ പോലെ തന്നെ കഴിക്കാന്ന്, പപ്പടം ഇതൊക്കെ ആയിട്ട്. അതൊന്നും ഇതിന്റെ തീന ഓഫ് ചെയ്യാല്ലേ. ഈ സാധനം ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ച് എനിക്ക് എടുത്തിടാൻ സുഖമായിരുന്നു. ഏതെടുത്തിടാൻ? ഇത് കണ്ട എല്ലാം സാധനങ്ങളൊക്കെ ഓടിയിട്ടിരിക്കുന്നത്, അടുപ്പ് അപ്പുറത്തല്ലിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ ആ വെളിച്ചെണ്ണ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകണേട്ടാ സാധനം. അപ്പോൾ നമ്മളത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് കടുകിടാൻ പോകണേട്ടാ. വെളിച്ചെണ്ണ ചൂടായി, കടുകിടണം. വെളിച്ചെണ്ണ ചൂടായിട്ടില്ലേ? ഇതേ പൊട്ടിക്കൊണ്ടിരിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. പിന്നെ 1 ടീസ്പൂൺ പായസപ്പരിപ്പാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഇളക്കണു. ഇനി ഇത് മൂക്കട്ടെ. പിന്നെ ഇത് മൂക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ തിളക്കിക്കൊണ്ടിരുന്നേ. ശരിക്കും ഇതിലേക്ക് കടലപ്പരിപ്പാട്ട വേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ആ റെസിപ്പിയിൽ കടലപ്പരിപ്പ് എടുത്ത് വയ്ക്കാനും ചേട്ടനോട് പറഞ്ഞു. പക്ഷെ കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് പായസപ്പരിപ്പ് എടുത്തു.
ടേസ്റ്റ് മാറൂല്ലേ? കുഴപ്പമില്ല. ഇളക്ക്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം കേട്ടോ, കുഞ്ഞു ജീരകം ഇടണം. കായപ്പൊടി സ്വല്പം ഇടണം കേട്ടോ, കായപ്പൊടി അത്ര മതി. കായപ്പൊടി ഇടണം. ഇത് തമിഴ്നാട് സാധനമാണോ? കായം ജീരകമൊക്കെ കണ്ട കാരണം ചോദിച്ചതാ. അത് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 5-8 പച്ചമുളക് കേട്ടോ അരിഞ്ഞത് ഇടണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ എരിവ് എന്ന് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2 കതിര് കറിവേപ്പില ഇടണം കേട്ടോ. ഇളക്കൂ, ഭംഗിയില്ല കാണാൻ. ഈ പച്ചമുളക് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടുന്ന സാധനമാണ് നമുക്ക് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത്. ഇതൊരു മാങ്ങയാണ് കേട്ടോ. നല്ല അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഇതിങ്ങനെ കുഞ്ഞു കൊത്തിയരിഞ്ഞിട്ടുള്ള മാങ്ങ നമ്മൾ ഇടുന്നത് കേട്ടോ. ഒരു മാങ്ങയാണ് കേട്ടോ ഇതിടുന്നത്. ഇതിൽ തൈരും തീരൊന്നും ചേർക്കണ്ടില്ല. ഇനി അവിടെ പൊന്നിരിക്കില്ല, അതുകൊണ്ട് നമുക്ക് തൈര് സാധനം ഉണ്ടാക്കാല്ലേ ചേട്ടാ. ഒരു വെറൈറ്റി പോലെ തോന്നിക്കില്ലേ? പിന്നെ വെറൈറ്റി പോലെ തോന്നല്ലേ? വെറൈറ്റി മഴ വരുന്നതിന് മുമ്പ് കഴിക്കാം. അതെ, നമ്മൾ ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഇടുന്നു കേട്ടോ. ഒരു ക്യാരറ്റ് വലിയ ക്യാരറ്റാട്ടത്. ഇളക്കിക്കോ. ആ കായത്തിന്റെ മണമൊക്കെ വരുമ്പോ ഒരു അച്ചാറിന്റെ മണം പോലെ തോന്നുന്നു. കായത്തിന്റെ മണം വരുമ്പോ ഇല്ലേ? വരുന്നുണ്ട്. മാങ്ങയും കായത്തിന്റെ മണം കൂടി ആകുമ്പോ ഇത് വേവണം. മുടിയിക്കണ്ട, അത് അധികം വേവാൻ പാടില്ലല്ലോ. കടിക്കണം എല്ലാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടണം കേട്ടോ. ചോറിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ നമ്മൾ ഇത്തിരി സ്വല്പം കൂടി കൂടുതൽ മതി. പാകത്തിനെ ഉപ്പ്. ദൈവം നോക്കിയ മഴക്കാർ നോക്കി അവിടെ. ദേ ഫ്ലാറ്റിൻ്റെ മുകളിൽ മഴക്കാർ നോക്കി തരുതേ. ഏത് നിമിഷം മഴ പെയ്യും, അപ്പോഴേക്കും നമുക്കിത് കഴിക്കണം പരിപാടി. ഇപ്പോൾ നോക്കിട്ടെ, മാങ്ങാര ഒരു കടി നോക്കിയോട്ടെ. ഭയങ്കര ടേസ്റ്റ്. കഴിഞ്ഞ പരിപാടി കേട്ടാ. നമുക്ക് ചോറ് ഇരിക്കിടാം. ചോറിട്ട് കഴിഞ്ഞാൽ നാളെ ഇടാൻ പാടില്ല. മല്ലിയിലൊക്കെ ലാസ്റ്റ് മല്ലിയിൽ ഇവിടെ ആയിട്ടാ. അതെ, ചോറിടാൻ പോണ കേട്ടാ. മറ്റുകൊണ്ട് ഇളക്കണ്ട ഒരു സ്ഥലത്തെ. ഇതുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ചോറ് ചതയും. തീ കുറയ്ക്കുക. അതുകൊണ്ട് ഇളക്ക്. ചോറുണ്ട് കേട്ടാ. കളർഫുള്ളായില്ലേ? ഇത് നമ്മള് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടാ. ശരിക്കും അത് ഇരിക്കാൻ പോണു കേട്ടാ. ഇളക്കിക്കോ. അയ്യോ ചതിച്ചു. ജഗു ഓടിയെന്നേ. മല്ലിയില പുതിനയില്ലേ? അല്ല, പുതിനയില്ലേ? മല്ലിയില അരിഞ്ഞത് ഇടണു. മല്ലിയില പുതിനയില്ലേ? മല്ലിയില ഇളക്കിക്കോ. വെറുതെ അതൊക്കെ കുഴപ്പമില്ല. കളറുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. സാധനം സെറ്റായില്ലേ? ഇനി നമ്മുടെ തമിഴ്നാട്ടിലത്തെ അമ്പലങ്ങളിലൊക്കെ പ്രസാദം കിട്ടും. നമ്മളേ ഈ സീതാരാമസ്വാമി ക്ഷേത്രം ഉണ്ട് പൂങ്കുന്നത്ത്. ഏറ്റവും വലിയ മറ്റേ ഹനുമാന്റെ പ്രതിമയുള്ള അമ്പലം. അവിടേക്ക് വൈകുന്നേരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വൈകുന്നേരം ദീപാരാധന തൊഴിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് സാദം കിട്ടും. തൈര് സാദവും പിന്നെ കൊണ്ടാട്ടം മുളക് വറുത്തു. എന്തൊരു ടേസ്റ്റ് അല്ലേ? എന്നിട്ട് നോക്കിയേ, ഇതിങ്ങനെ നിരപ്പാക്കിയിട്ട് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും സബോളയും. അണ്ടിപ്പരിപ്പ് ഞാൻ കൂടുതൽ ഓളിയിട്ട് മഴ പേടിച്ചു ഓടിപ്പോയി. അവിടെ എവിടെ ഞങ്ങളുടെ ഇപ്പൊ പെയ്യണുള്ളൂ, ഇവിടേക്ക് വരുന്നില്ലേ? അല്ല, ഞാൻ പേടിച്ചു. കാരണം ഇതൊക്കെ കൊളാവിന്റെ പരിപാടി കഴിഞ്ഞല്ലോ. എന്തൊട്ട് പേടിക്കാൻ? സിമ്പിൾ വെപ്പല്ലേ? സിമ്പിൾ സാധനം. അതെനിക്ക് തിന്നണ്ടേ? അപ്പൊ ഇത് പിന്നെ തിന്നാളല്ലേ? ഇത് ഒന്നുകൂടി നീട്ടെ. എനിക്കൊന്നും ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. വെളിച്ചെണ്ണ ആക്കിയിട്ടുള്ളത് നമ്മൾ നെയ്യിലാക്ക. വെളിച്ചെണ്ണ ഒന്നും ചെയ്യണ്ട. വെളിച്ചെണ്ണ ആക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പിന് അത്ര വലിയ ടേസ്റ്റ് ഇല്ല. ഭാഗ്യം. നമ്മളത് തീ ഓഫ് ചെയ്തോ, മൂടി വെച്ചോ. അപാരമായ മഴ വരുന്നത് കേട്ടാ. ഞാൻ അത് കൊണ്ട് ഓടാണ്. അടുപ്പിടിക്കട്ടെ. എന്തുട്ടല്ലേ കഴിയിലും കറക്റ്റ് കഴിഞ്ഞില്ലേ? കറക്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തുറക്കാണ്. നമ്മളെ ഇത് കേൾക്കുമ്പോഴേ തേങ്ങയല്ല മാങ്ങ, അല്ല മാങ്ങയല്ല മാങ്ങ ഗോവിന്ദപ്പിള്ള മറ്റേ പൂച്ചീര് മൂക്കുത്തിരി പറയില്ലേ? മാങ്ങയല്ല തേങ്ങ. അപ്പൊ ഇതിന് മാങ്ങയും ഉണ്ട് തേങ്ങയും ഉണ്ട്. നമ്മള് തേങ്ങാ ചോറ് ഉണ്ടാക്കും. എപ്പോഴാന്നറിയോ ഉണ്ടാക്ക?
വിഷു കഴിയുമ്പോൾ അതിന്റെ അരി ബാക്കിയിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ കുഴമ്പ് പോലെ നാളേരം ചെരുകിട്ടിട്ട് ഉണ്ടാക്കും. തേങ്ങാച്ചോറ് എന്ന് പറയും, പാച്ചോറ് എന്ന് പറയും, തേങ്ങാച്ചോറ് എന്നും പറയും, മാങ്ങാച്ചോറ് ആദ്യമായിട്ട് കേൾക്കണേ. ജഗുനിന്റെ മണം ഇഷ്ടപ്പെട്ടിട്ടില്ല ഇരിക്കുന്ന കണ്ട ജഗു? വേണമെങ്കിൽ കഴിച്ചാൽ മതി, ആരും പറഞ്ഞില്ല, നിർബന്ധിച്ചില്ല. നീ ഒന്ന് കഴിച്ചു. ടീസ്പൂൺ ടീസ്പൂൺ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. ചേട്ടൻ പറഞ്ഞത് ടീസ്പൂൺ കൊണ്ട് കഴിച്ചാൽ മതി. അതന്നെ ബിരിയാണി കൂടി ചേർത്ത പോലെ. ചൂട് ചൂടുന്ന് വാഴപൊളി, നാളികേരം, മാങ്ങ. അത് വാങ്ങിക്കാണ്ടിരിക്കുന്നത് ഞാൻ കഴിക്കും. അതിന്റെ ഒക്കെ ടേസ്റ്റ് സാധനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇരുമ്പമ്പുളി ഒന്നും ഇട്ടിട്ടില്ല. ചോറ് കൂടി അതെ. കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല, കുഴപ്പമില്ല. കണ്ടമാനം തിന്നാൻ പറ്റില്ല. ഭാഗ്യം 2 കപ്പ് എടുത്തു ചേട്ടാ. നന്നായി ഞാൻ പറയണത് കേട്ടിട്ട് 3 കപ്പ് എടുക്കാഞ്ഞത്. ഓടുണ്ട്. അതായത് തിന്നുടങ്ങുന്ന ചെല്ലുന്തോറും ടേസ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് അല്ലേ? എനിക്ക് വേറെ കറിയൊന്നും ഇല്ലാത്തോണ്ടാവും അങ്ങനെ എന്തെങ്കിലും. നമുക്കൊരു പരിചയമില്ലാത്തോണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണിത്. നമ്മള് ഓരോ എന്താ പഞ്ചാബി ഹൗസിൽ പറയില്ലേ, അവൻ ശരിക്കും ഊമിയാണ്, അവൻ സംസാരിക്കണ പോലെ ആക്ട് ചെയ്യണം. അതുപോലെ ഇത് ശരിക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണല്ലേ. അതെ, സത്യമാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഒരു മഞ്ഞ കളറുള്ള ചോറ് ഒരു സാധനമൊക്കെ ആളുകൾ കൊടുക്കണില്ലേ, അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനത് സ്വല്പം കഴിച്ചിട്ടുണ്ട്. അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്തൊരു സൂപ്പർ സാധനം എന്നറിയോ. ഇത് ടേസ്റ്റ് കുറവ് എന്ന് പറയാനില്ല കേട്ടാ, തീരെ കഴിക്കാൻ പറ്റില്ല എന്നില്ല. ഇതിലേക്ക് വേറെ എന്തിട്ടൊരു കറിയും കൂടി ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്ത് കഴിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എന്താണ് എനിക്ക് ചേർക്കേണ്ടത്? മധുരമുള്ള വല്ല സാധനം വേണം. നമ്മൾ മലപ്പുറത്ത് പായസമ്മ ഉണ്ടാക്കിയില്ലേ, ഒരു ആ കൂട്ടാനിലേക്ക് ഒരു ഇഞ്ചമ്പുളി പോലത്തെ സാധനം ഉണ്ടാക്കിയില്ലേ, മധുരമുള്ള സാധനം. മറ്റേ ഇതുകൊണ്ടൊക്കെ ഈന്തപ്പഴം ഒക്കെ ഈന്തപ്പഴം ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ. പുളി ശർക്കരയും കോൽപ്പുളി പിഴിഞ്ഞിട്ട് ശർക്കര പച്ചമുളക് ഇട്ടിട്ട് അത് ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും തോന്നുന്നു. മധുരമുള്ള എന്തെങ്കിലും വേണം ഇതിലേക്ക്. അപ്പൊ നിങ്ങള് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി നോക്കട്ടെ, എങ്ങനെയുണ്ടെന്നോ. അച്ഛൻ കൊണ്ടുവന്നതാ. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പേപ്പർ കളക്ഷൻ കിട്ടിയത് അതിന് എടുത്തിട്ടുള്ളതാണ്. അവിടെ ആരും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മണ്ണുത്തി തോന്നുന്നു. ഞാൻ തമിഴ്നാട്ടുകാരുടെ വല്ല സാധനം എനിക്കറിയില്ല ഇത് അവിടുത്തെ. അപ്പോൾ കഴിക്കട്ടെ ഞങ്ങൾ. അടിപൊളി സാധനങ്ങൾ വെച്ചു തേരിട്ട്. അപ്പോൾ നമുക്ക് നിർത്താം. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് മഴ പെയ്താനും ഓടിയ കാരണം ഒന്നും കിട്ടാന്ന് വെച്ചാലേ ഓരോന്നും കഴിക്കുമ്പോൾ ഓരോ ടേസ്റ്റ്. ഫസ്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് കുറെ മാങ്ങ കിട്ടിയത്, അപ്പോൾ നല്ല പുളി. പിന്നത്തെ വയലിട്ടപ്പോൾ അതിൽ ജീരകമായിരുന്നു, അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റായി. പിന്നത്തെ കഴിച്ചപ്പോൾ കുറേ ഇത് ഉഴുന്നും പരിപ്പും മറ്റേ സാധനം കുറേ കടിക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പും ഈ വറുത്തിട്ട സാധനം കൂട്ടിച്ചേർത്ത് കഴിച്ചു, അപ്പോൾ അതിന് വേറെ ടേസ്റ്റ്. പലതും കഴിക്കുമ്പോൾ പല പല ടേസ്റ്റുകൾ. ടേസ്റ്റ് ഭയങ്കര മോശമല്ല കേട്ടോ, വ്യത്യസ്ത രുചിയുള്ള മേളമാണിത്. അതന്നെ. കുറേ മാങ്ങയുടെയാണ്. മധുരൊന്നുമില്ല. നീ എന്താ കഴിക്കാത്ത? മധുരല്ല, പുളിയാണ് അത് കഴിച്ചേ. എനിക്ക് ഇഷ്ടമല്ല പുളി. അയ്യോ പോയി. അപ്പം നിർത്താൻ പോകണം. അപ്പം നിർത്താം. ഇന്ന് കുറച്ച് എല്ലാവരോട് എടുക്കാം. അവരഭിപ്രായം നമുക്ക് അറിയണല്ലോ. നിനക്ക് ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് മതി. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് കുറച്ചല്ല ചേട്ടൻ അവിടേക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. നമ്മൾ കാണിക്കാറില്ല എന്ന് മാത്രം വീഡിയോയിൽ കൊണ്ടുപോകാറുണ്ട്. ചൂടാറുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.